ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു എമ്പുരാൻ. സിനിമയുടെ 9 ദിവസത്തെ വ്യക്തമായ കളക്ഷനൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 27-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിയ സിനിമയ്ക്ക് വർക്കിംഗ് ഡേയ്സിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് ലഭിക്കുന്നത്. കേരളത്തിൽ നിന്ന് ചിത്രം 9 ദിവസം കൊണ്ട് 74 കോടി 20 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് ആകണമെങ്കിൽ 2023 എന്ന വർഷം 2018 എന്ന സിനിമ ഇട്ടുവെച്ച് 88 കോടി 31 ലക്ഷം എന്ന കേരള കളക്ഷൻ തകർക്കേണ്ടതുണ്ട്. ഈ ഞായറാഴ്ചയോടുകൂടി തന്നെ ലാലേട്ടൻ്റെ എമ്പുരാൻ 2018 എന്ന സിനിമയെ തകർത്ത് ഇൻഡസ്ട്രി ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് 8 കോടി 15 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 11 കോടി 60 ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് 3 കോടി 93 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 8 കോടി 77 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 106 കോടി 65 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഓവർസീസിൽ നിന്ന് 135 കോടി രൂപ ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓവർസീസിൽ 100 കോടി കടക്കുന്ന ആദ്യത്തെ മലയാള സിനിമയും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമയുമായിട്ട് എമ്പുരാൻ നേരത്തെ തന്നെ മാറിയിരുന്നു. 241 കോടി 65 ലക്ഷം രൂപയാണ് എമ്പുരാൻ്റെ 9 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ. മോളിവുഡിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ ഇതുവരെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് ആയിരുന്നു. ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ എമ്പുരാൻ വേൾഡ് വൈഡ് കളക്ഷനിൽ മഞ്ഞുമ്മൽ ബോയ്സിനെ തകർത്തുകൊണ്ട് ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഇതോടെ ഓപ്പണിംഗ് ഡേ റെക്കോർഡുകൾക്ക് പുറമെ ഓവർസീസിലും വേൾഡ് വൈഡായിട്ടും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞു. കേരള കളക്ഷനിലും ഞായറാഴ്ച കൊണ്ട് 2018 എന്ന സിനിമയെ തകർക്കാൻ സാധിച്ചാൽ പുലിമുരുകന് ശേഷമുള്ള ലാലേട്ടൻ്റെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയായിട്ട് എമ്പുരാൻ മാറും. അപ്പോൾ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.